കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. എവിടുന്ന ഏട്ടാ ഇത്രയും കാശ്? അത് നമ്മുടെ താലൂക്ക് ഓഫീസിലെ ശേഖരന്റെയാ. നാളെ ബാങ്ക് അവധിയാണല്ലോ. നാളത്തെ എന്തോ ആവശ്യത്തിന് ക്യാഷ് ബാങ്കിൽ നിന്നെടുത്ത് അയാൾ എന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് തിരുവനന്തപുരത്തേക്ക് പോയി. നാളെ തിരിച്ചേൽപ്പിക്കേണ്ടതാ. നീ ആ ഫുഡ് എടുത്ത് നോക്കി, ഞാൻ ഇതാ വരുന്നു. ഹലോ, അവിടെ എത്തിയോന്ന് അറിയാൻ വിളിച്ചതാ. ഇപ്പൊ എത്തിയുള്ളൂ. സാവകാശം അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. വാര്യർ സാറ് വിളിക്കാതിരുന്നപ്പോ മോൾക്ക് ടെൻഷനായി. എന്തിനാ? അത്രയും പണവും കൊണ്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നതല്ലേ, അതിന്റെ ഒരു പേടി. അങ്ങനെ പേടിക്കേണ്ടെന്ന് മോളോട് പറഞ്ഞേക്കേ. വളരെ കരുതലോടെയാ ഞാനത് കൊണ്ടുവന്നത്. നാളെ ഗംഗയെ കാണാൻ പോവോ? തീർച്ചയായിട്ടും പോവും. ക്യാഷ് കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇതല്ലാതെ അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് ചോദിച്ചിട്ട് വാര്യർ സാർ എന്നോട് പറയണം. തീർച്ചയായിട്ടും പറയാം. ആയിക്കോട്ടെ. ഗുഡ് നൈറ്റ്. കുടിക്കാൻ എന്തെങ്കിലും വേണോന്ന് ചോദിച്ചിട്ട് അത് ഇതിലെടുത്തില്ലേ? ആരോടാ ഇപ്പൊ സംസാരിച്ചത്? ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ശേഖരനെ കുറിച്ച്. അയാളോടാ സംസാരിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് അയാൾക്ക് ഇന്ന് വരാൻ പറ്റില്ല. സംസാരം കേട്ടിട്ട് അങ്ങനെയല്ലല്ലോ തോന്നിയത്. പിന്നെ ഇങ്ങനെയാ നിനക്ക് തോന്നിയത്? ശേഖരന്റെ വീട്ടിൽ പണം കൊണ്ടെത്തിക്കണമെന്ന് പറയാൻ അയാൾ ഇപ്പൊ വിളിച്ചത്. ഒരു മോളുടെ കാര്യമൊക്കെ പറയുന്നത് കേട്ടായിരുന്നല്ലോ. 5 ലക്ഷം രൂപ വീട്ടിൽ സൂക്ഷിക്കുന്നത് അയാളുടെ മോൾക്ക് പേടിയാണെന്ന്. അങ്ങനെ ഒരു ഭയം എനിക്കുമുണ്ട്. നാളെ രാവിലെ തന്നെ പണം കൊണ്ടുവന്ന് വീട്ടിലേൽപ്പിക്കണം.
അങ്കിള് വന്നല്ലോ. എന്നെ തിരക്കി ഒരാളെങ്കിലും എന്റെ അടുത്തേക്ക് എത്തിയല്ലോ. സുഖമായിരിക്കുന്നു മോളെ. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആന്റിയും ഉമ്മയൊക്കെ സുഖമായിരിക്കുന്നു? സുഖമായിരിക്കുന്നു. അമ്മയെക്കുറിച്ച് ഒന്നും അറിയാൻ കഴിയുന്നില്ല. അതാ എന്റെ ഏറ്റവും വലിയ സങ്കടം. ശാരദയെടുത്തെയും ഗീതയും പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട്. രുക്മിണി ഉമയും അക്കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും. എന്തു ചെയ്യാനാ, ബാഹുലേയൻ എനിക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയല്ലേ. അമ്മയെ നരകിപ്പിക്കുന്നത് മറ്റുള്ളവരറിയാതിരിക്കാൻ അങ്കിൾ എല്ലാവരെയും വിലക്കിയിരിക്കുന്നു. എല്ലാം ഞാൻ കാരണം, എന്റെ തെറ്റ്. എന്നിട്ടും അങ്കിളും ഗീതേച്ചു ഒന്നും എന്നെ വെറുത്തില്ലല്ലോ. ഞാൻ ഇങ്ങോട്ട് വന്നതേ ഈ സങ്കടം കാണാനൊന്നുമല്ല. ഇതെങ്ങോട്ട് നോക്ക്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതോർത്ത് ഇങ്ങനെ വിഷമിച്ചിരുന്നാലേ മറ്റൊന്നിനും നമുക്ക് സമയം കാണില്ല. ഓരോന്ന് പറഞ്ഞ് അങ്കിളിനെ ഇവിടെ തന്നെ നിർത്തി. അങ്കിള് വാ. മോളെ. എന്താ അങ്കിൾ? ബ്ലേഡ് സാജന്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങിയ കണക്കെ ആർക്കും പിടികിട്ടാതെ അങ്ങനെ കിടക്കുകയായിരുന്നല്ലോ. അത് വീണ്ടും പ്രശ്നമായോ? ബാഹുലേയൻ അങ്കിൾ ആ ഇടപാട് തീർത്തില്ലേ? എവിടെ, ആ ബാധ്യത തീർക്കാതെ ബാഹുലേയൻ സാറും മനഃപൂർവ്വം അതിട്ട് വലിച്ചിഴക്കുക. പണം കൊടുക്കാതിരിക്കാനാ ബാഹുലേയൻ സാറിന്റെയും മകന്റെയും ശ്രമം. സാജൻ ആരാ മോൻ, അയാൾക്കത് വാങ്ങിച്ചെടുക്കാൻ നിഷ്പ്രയാസം കഴിയും. അതിനുള്ള കഴിവുമുണ്ട്. അങ്കിൾ എന്താ ഇപ്പൊ ഇതൊക്കെ പറയാൻ കാര്യം? കാര്യമുണ്ട്. ഈ പണത്തിന്റെ കാര്യം പറഞ്ഞ് ബാഹുലേയൻ സാറും ഭാര്യയും ഒക്കെ മാഷിനെ വല്ലാതെ അധിക്ഷേപിച്ചിട്ടുണ്ട്. എനിക്കറിയാം. മാഷിന്റെ സുഹൃത്തിനൊരു അത്യാപത്ത് സംഭവിച്ചപ്പോ അയാളെ സഹായിക്കാൻ വേണ്ടിയാ മാഷ പണം വാങ്ങിയത്. അങ്കിളിനോട് ആര് പറഞ്ഞു? പണം വാങ്ങിയ ആള് തന്നെ. ആ 5 ലക്ഷം രൂപ അയാൾ എന്റെ കയ്യിൽ തിരിച്ചു തരികയും ചെയ്തു. അതിപ്പോഴാണോ ചെയ്യുന്നത്? ഈ 5 ലക്ഷം രൂപ അച്ഛൻ എന്ത് ചെയ്തു എന്ന് നമ്മളൊക്കെ ഒരുപാട് തലപുകച്ച് ആലോചിച്ചതല്ലേ? അച്ഛന്റെ മരണശേഷം അയാൾ ഇക്കാര്യം നമ്മളെ ആരെങ്കിലും അറിയിക്കേണ്ടതായിരുന്നു. അത് ഞാനും ചോദിച്ചു. പരസഹായമില്ലാതെ ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു അയാൾ. അതാ സംഭവിച്ചത്. അങ്കിൾ ആ പണം എത്രയും പെട്ടെന്ന് ബാഹുലേയൻ അങ്കിളുടെ കയ്യിൽ കൊടുത്തിട്ട് ആ ബ്ലേഡുകാരുടെ ഇടപാട് തീർക്കാൻ പറയണം. അച്ഛനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും സംശയങ്ങളും ഒക്കെ മാറട്ടെ. മോളി പറയുന്നത് ശുദ്ധ മണ്ടത്തരം. അറിഞ്ഞുകൊണ്ട് അബദ്ധം ചെയ്യുന്നത് പോലെ ആവും അത്. അങ്കിൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് ആ പണം മോളുടെ കയ്യിൽ തരാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എന്റെ കയ്യിൽ തരാനോ? എനിക്കെന്തിനാ പണം? മോൾക്ക് ആ പണം കൊണ്ട് ഇപ്പൊ ആവശ്യമുള്ളത്. ബാഹുലേയൻ സാറിന്റെ കയ്യിൽ ആ പണം കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അത് നഷ്ടപ്പെട്ടതിന് തുല്യമാവും. അങ്കിൾ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. വിവാഹത്തിനെടുത്ത സ്വർണം വിറ്റ് സാജന്റെ കടം വീട്ടാനാ ഞാനും ഗീതയും ഒക്കെ ബാഹുലേയനോട് പറഞ്ഞത്. ആ സ്വർണത്തിന് വേണ്ടി മോളവിടെ ചെന്നപ്പോ അവരെന്താ പറഞ്ഞത്? അത് ആ സാജന്റെ കടം വീട്ടാനുള്ളതാണെന്ന്. ഈ 5 ലക്ഷം രൂപ അയാളുടെ കയ്യിൽ കിട്ടിയാൽ അവരാ സ്വർണം മോൾക്ക് തരുമെന്ന് തോന്നുന്നുണ്ടോ? തരില്ല. അപ്പോ രണ്ടും മോക്ക് നഷ്ടമാവും. അറിഞ്ഞുകൊണ്ട് ആ ചതിക്കുഴിയിലേക്ക് വീഴണോ? ഈ പണത്തിന്റെ കാര്യം അവരറിയാതിരുന്ന അച്ഛന്റെ പേരുദോഷം മാറാതെ കിടക്കില്ലേ? പറഞ്ഞതൊക്കെ അങ്ങനെ കിടന്നോട്ടെ. സത്യം എന്താണെന്ന് നമുക്കറിയാം. ജീവനോടുള്ള ഒരാളെ അവഹേളിച്ചാൽ അത് സഹിക്കാൻ പറ്റില്ല. ഈ പണം കയ്യിൽ കിട്ടിയാൽ പറഞ്ഞുപോയതിനെ പറ്റി പശ്ചാത്തപിക്കുന്ന കൂട്ടരൊന്നും അല്ല അവര്. നീചവർഗമാ, ആർത്തിപ്പണ്ടാരങ്ങള്. എന്നാലും ഒരെന്നാലും ഇല്ല. ഈ 5 ലക്ഷം രൂപ മോൾക്ക് കിട്ടുമ്പോഴാണ് അതിന് വിലയുണ്ടാകുന്നത്. ഞാൻ അതുകൊണ്ട് അത് ഗിരീടമ്മയുടെ കൈ കൊടുക്കണം. സ്വർണം ആവശ്യപ്പെട്ടപ്പോഴും മോൾക്കത് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഈ പണം കയ്യിൽ കിട്ടുമ്പോൾ അവരുടെയൊക്കെ മനോഭാവം മാറും. സ്നേഹത്തോടെ അവരിടപെടും. മോളുടെ നിലനിൽപ്പാ ഇപ്പൊ നോക്കേണ്ടത്. അത് അത്യാവശ്യവുമാണ്. അതിനാ ഈശ്വരൻ ഇങ്ങനൊരു വഴി കാണിച്ചു തന്നത്. അത് നിഷേധിക്കരുത്. ഇത് എവിടെ വെച്ചിട്ട് എവിടെ പോയി? ഗംഗേ, ഇതാരാ ഒരു വിരുന്നുകാരൻ? ഇതാ വാര്യരംഗൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ? ആ, ഉമ്മയുടെ അച്ഛൻ. അതെ. ഗംഗ എപ്പോഴും പറയും അവിടുത്തെ കാര്യം. താമസം ഞങ്ങൾ 2 വീടുകളിലായിരുന്നേ ഉള്ളൂ.
ഒരു വീട്ടിലെ അംഗങ്ങളെ പോലെയാ ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. എല്ലാം ഗംഗ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഇവിടെ തന്നെ നിൽക്കാതെ കയറിയിരുന്നാട്ടെ. വരും. ഇതേക്കുറിച്ച് ചീകിയിട്ടാ നിന്റെ സൗന്ദര്യം ഒലിച്ചു പോകത്തൊന്നുമില്ല. മരുമോൾ ഒരു സുന്ദരിക്കോത അകത്തമ്മ ചമഞ്ഞകത്ത് ഇരിപ്പുണ്ടല്ലോ, അവിടെ അടുത്ത് പറഞ്ഞാ മതി. അമ്മേ, എന്താടി അമ്മേ, വാര്യർ സാർ വന്നിട്ടുണ്ട്. വാര്യർ സാറോ? അതാരാ? അമ്മയ്ക്ക് അറിയില്ലേ വാര്യർ സാറിനെ? അതുകൊണ്ടല്ലേ ചോദിച്ചത്. അമ്മേ, ഗംഗയുടെ വീടിന്റെ തൊട്ടടുത്തുള്ള അമ്മ വീട്ടിൽ പോയിട്ടുള്ളതാ. ആ, മനസ്സിലായി മനസ്സിലായി. കൊല്ലാപ്പായല്ലോ. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇനി ഊണ് കൊടുക്കാതെ പറഞ്ഞു വിടാൻ പറ്റുമോ? ഒരു വക കൂട്ടാൻ പോലും ഇല്ല. ഇങ്ങനെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആർക്കറിയാം? ഗംഗയെ കാണാൻ വന്നതായിരിക്കും. ഊട്ടി സൽക്കരിക്കാൻ ബന്ധുക്കാരനൊന്നുമല്ലല്ലോ, അവളുടെ അയലത്തുകാരനല്ലേ. ഊണും കീണൊന്നും ഒരുക്കാൻ നിൽക്കണ്ട. അമ്മ അമ്മയുടെ പണി നോക്കും. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം, അദ്ദേഹത്തിനോട് മാന്യമായിട്ട് വേണം പെരുമാറാൻ. നീ പൊടി ഓടുന്നു. അങ്ങേരന്റെ അമ്മായിയപ്പനൊന്നും അല്ലല്ലോ. അതിന് യോഗം വേണം. കയ്യിലിരിപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഇവള് പറയുന്നത്? എന്റെ ചെവിക്ക് കേൾവിക്കുറവൊന്നുമില്ല. എന്റെ കയ്യിലിരിപ്പിന് എന്താടി കുഴപ്പം? ഇവിടെ ഉള്ളവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വന്നത്. എനിക്ക് തരാന്ന് പറഞ്ഞ സ്ത്രീധനം താ. ഇപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങിയേക്കാം. മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിലേ അവരെ ഇറക്കി വിടത്തില്ലായിരുന്നു. ഒരു ജോലിയും ചെയ്യാതെ അവിടെ ഉള്ളവരെ ഭരിക്കാൻ ചെന്നാ ആരെങ്കിലും അംഗീകരിച്ചു തരുമോ? ഞാനേ കുറച്ചു കാലമെങ്കിലും അവിടെ നിന്നു. നിന്നെ കെട്ടിച്ചയക്കുമ്പോഴേ രണ്ടാം പക്കം അവര് നിന്നെ ചവിട്ടി പുറത്താക്കും. അപ്പൊ ഞാൻ നോക്കിക്കോളാം. ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരുത്തം വന്ന് വീട്ടിനകത്തിരിക്കുന്നു, രണ്ടു കൂടി ഇവിടെ കിടന്ന് അംഗം വെട്ടുവാ. എന്നെ പറഞ്ഞത് അമ്മയും കേട്ടതാണല്ലോ, എന്നിട്ട് ഒരക്ഷരം അമ്മ മിണ്ടിയോ? ഒന്ന് നിർത്ത് സുലോചനെ. ആ മനുഷ്യന് ഒരു ഗ്ലാസ് ചായ എങ്ങനെ കൊടുക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഒരു തുള്ളി പാല് പോലും ഇല്ല. അതിന് അമ്മ ഇങ്ങനെ ആദ്യം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പാലില്ലെങ്കിലേ കട്ടൻ ചായ കൊടുക്കണം. പാല് തീർന്നു പോയി, അതുകൊണ്ടാ കട്ടൻ ചായ. അതിനെന്താ മോളെ, എനിക്ക് കട്ടൻ ചായ കൂടുതൽ ഇഷ്ടമെന്ന് മോക്കറിയാലോ. എന്റെ അമ്മ, സാറ് വന്നിട്ട് ഒരുപാട് നേരം ആയോ? അധിക നേരം ആയില്ല. ഞാൻ അപ്പുറത്തെ വീട് വരെ ഒന്ന് പോയതാ. ഇവള് വന്ന് പറഞ്ഞപ്പോഴാ വിവരം അറിഞ്ഞ്. ഇത് മൂത്ത മോളാ സുലോചന. ഗംഗയുടെ അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? കുറച്ചു മാറ്റമൊക്കെ ഉണ്ട്. ചികിത്സയൊന്നും നടത്തുന്നില്ലേ? ഒരു ഡോക്ടറെ കാണിക്കുന്നുണ്ട്. വട്ടുള്ളവരെ പ്രാന്താശുപത്രിയിലല്ലേ കൊണ്ടുപോകുന്നത്? ഗംഗയുടെ അമ്മയ്ക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു മാനസിക വിഭ്രാന്തി, അത് പതുക്കെ അങ്ങ് മാറിക്കൊള്ളും. ഇപ്പോഴും ചങ്ങലക്കിട്ടേക്കാണോ? സാറ് വെറുതെ വന്നേ ഉള്ളോ അതോ വിശേഷിച്ചെന്തെങ്കിലും? ഗംഗയുടെ വീട്ടിൽ നിന്ന് ആരും വരാനില്ലല്ലോ. ബന്ധുക്കളായിട്ടുള്ളവര് തിരിഞ്ഞു നോക്കത്തില്ല. പിന്നെ അയലത്തുകാരല്ലേ ഉള്ളൂ. ഭാര്യ സാരങ്ങൾ അന്വേഷിച്ച് വന്നല്ലോ. ചേച്ചി, വാ പോയ കോടാലിയ സാറേ, ആരോട് എന്താ പറയേണ്ടെന്ന് അറിയാൻ വയ്യാത്ത ഒരു പൊട്ടി പെണ്ണ. ഞാനില്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ സുലോനെ. അതെ, ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാ പറഞ്ഞത്. എന്തോ ഇത്? അതിന് പരാതിയും പരിഭവവും ഒന്നുമില്ല. ഞാൻ വന്നതേ ഗംഗമോളെ ഒന്ന് കാണാനും ഇത് കൊടുക്കാനും കൂടി വേണ്ടിയാ. ഇത് 5 ലക്ഷം രൂപയുണ്ട്. മാഷൊരാൾക്ക് കടം കൊടുത്തിരുന്നതാ ഈ തുക. ഞങ്ങൾക്ക് ആർക്കും ഈ വിവരം അറിയില്ലായിരുന്നു. അയാൾ എന്നെ പണം ഏൽപ്പിച്ചപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. കാശിന് ബുദ്ധിമുട്ടുന്നത് ഇപ്പൊ ഗംഗയാണല്ലോ, അതുകൊണ്ടാ ഇതിവിടെ ഏൽപ്പിക്കുന്നത്. ഇതാ മോളെ, അമ്മയുടെ കയ്യിൽ കൊടുത്തേക്ക്. മോള് തന്നെ കൊടുത്തേക്ക്. ഇത് സാറിന്റെ കിട്ടിയത് ഭാഗ്യം. മറ്റാരുടെയെങ്കിലും കയ്യിലാ ഇത് കിട്ടിയിരുന്നെങ്കിൽ
ഇങ്ങനെ ഒരു കാര്യമേ പുറത്തു പറയില്ല. അതെ അതെ, വാര്യർ സാറ് സത്യസന്ധനായതുകൊണ്ടാ ഇതിവിടെ കൊണ്ട് തന്നത്. നല്ല മനുഷ്യർ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട്. നമ്മളവരെ തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. SI സാറിന് ഈ പണത്തിന്റെ കാര്യം അറിയാമോ? ഇല്ലമ്മേ, നമുക്കല്ലാതെ മറ്റാർക്കും ഇതറിയില്ല. നമ്മളല്ലാതെ മറ്റാരും ഇതറിയുകയും ചെയ്യരുത്. ഭയം കൊണ്ട് ചോദിച്ചതാ. അദ്ദേഹം ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തും, അതുകൊണ്ടാ. ഏയ്, അങ്ങനെ ഒരു ഭയത്തിന്റെ ആവശ്യമില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, അത് പറ്റില്ല. ഊണ് കഴിച്ചിട്ട് പോയാ മതി. അതൊക്കെ ഇനി ഒരിക്കലാകാം. ഇപ്പൊ പോയിട്ട് അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാ പെട്ടെന്ന് ഇറങ്ങുന്നത്. ചെല്ലട്ടെ. ശരി. എന്നാ എല്ലാം പറഞ്ഞതുപോലെ സമയം കിട്ടുമ്പോ ഞാൻ ഇങ്ങോട്ട് ആ, സാറിന്റെ ഭാര്യയോടും മോളോടും അന്വേഷണം പറയണം. തീർച്ചയായും. ഉമയെ കൂടെ കൊണ്ടുവരേണ്ടതായിരുന്നു. ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ല. അതിനെന്താ, ഇനി ഞാൻ വരുമ്പോ രുക്മിണിയും ഉമയും കൂടെ കൊണ്ടുവരാം. ശരി. ഇത്രയും ദൂരം വന്നിട്ട് സാറൊന്നും കഴിക്കാതെ പോകുന്നത് എനിക്ക് നല്ല വിഷമമുണ്ട്. വളരെ അത്യാവശ്യമുള്ളതുകൊണ്ടാ ഞാൻ ഇറങ്ങുന്നത്. അയലത്തുകാരിയുടെ ബന്ധുവീട്ടിലേക്കല്ല ഞാൻ വന്നത്, എന്റെ മോളുടെ വീട്ടിലേക്കാ. ഇനി വരുമ്പോ കാപ്പിയും ഊണും ഒക്കെ കഴിച്ചിട്ടേ പോവുള്ളൂ. ആ, ഒരു ദിവസം എല്ലാരും കൂടെ വീട്ടിലേക്ക് വരണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അമ്മേ, ഓ, പണം കണ്ടു കഴിഞ്ഞപ്പോ എന്തൊരു സ്നേഹമായിരുന്നു. അണപ്പൊട്ടി ഒഴുകുകയില്ലായിരുന്നു. നിഷ്കളങ്ക ഹൃദയമുള്ളവർക്ക് ഒന്നും മറച്ചു പിടിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ആയിപ്പോയി. ആ തെറ്റാണോ അമ്മേ? ഛെ, ഞാനിവിടെ വന്നതും പണം തന്നതും രുക്മിണിയോ ഉമയോ പോലും അറിയാൻ ഇടവരരുത്. അവരറിഞ്ഞ എന്താ കുഴപ്പം? അവർക്ക് സന്തോഷല്ലേ തോന്നൂ. അത് ശരിയാ. പെണ്ണുങ്ങളല്ലേ, അയലത്തുകാരോടൊക്കെ സംസാരിക്കുമ്പോ അറിയാതെ ചിലപ്പോ വായിന്ന് വീണുപോകും. പിന്നത് ബാഹുലേനോ അവിടെ ഉള്ളവരോ ഒക്കെ അറിയാൻ ഇടവരും. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ. ചോദ്യവും പറച്ചിലും ഒക്കെ ആയിട്ട് അടുത്ത നിമിഷം അയാൾ എൻ്റെ അടുത്തെത്തും. പിന്നെ ഒട്ടും വൈകാതെ ഈ 5 ലക്ഷം രൂപ കൈക്കലാക്കാൻ ബാഹുലേൻ ഇവിടെ എത്തും. അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാ ഒരു സമാധാനം ഇല്ലാത്ത. അമ്മയെ എങ്ങനെയെങ്കിലും ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പറ്റുമോ അങ്കിൾ? നോക്കട്ടെ, പഞ്ചായത്ത് മെമ്പറെ ഒന്ന് കാണാം. അയാൾ ഇടപെട്ടാൽ ബാഹുലേൻ അങ്ങനെ കൊഴിഞ്ഞു മാറാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗീതേച്ചിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവരുത്. ഗീതയെക്കുറിച്ച് ഓർക്കുമ്പോഴാ ഞാൻ ഒന്നിനും തുനിഞ്ഞിറങ്ങാത്തത്. നമ്മളെയൊക്കെ അടക്കി നിർത്താനുള്ള അവരുടെ കയ്യിലെ തുറുപ്പ് ചീട്ടാ ഗീത. പിന്നെ നമ്മൾ എന്ത് ചെയ്യും അങ്കിൾ? മോള് വിഷമിക്കണ്ട, എന്തെങ്കിലും ഒരു വഴി ആലോചിച്ച് കണ്ടുപിടിക്കാം. ഗിരിയെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഒരു വിവരമില്ല. ഗിരിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാവുന്ന മനസ്സ് പറയുന്നു. അല്ലെങ്കിൽ പിന്നെ അങ്ങനൊന്നും ചിന്തിക്കണ്ട. ചിലപ്പോ ജോലി കിട്ടാതെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും. അവിടുത്തെ നിയമം അത്ര കർശനമാണല്ലോ. ജോലി ശരിയാക്കിയിട്ടല്ലേ ഏജൻസി ഗിരിയെ അങ്ങോട്ട് അയച്ചത്? കള്ള പരീക്ഷകളാ ഇവരിലധികവും. എന്തെങ്കിലും തട്ടിപ്പ് മാർഗത്തിലൂടെ ഗിരിയെ ഇവരവിടെ എത്തിച്ചിരിക്കും. അവിടെ എത്തിക്കഴിയുമ്പോഴല്ലേ തട്ടിപ്പ് മനസ്സിലാകത്തുള്ളൂ. ബോംബെയിൽ അങ്ങനെ ഒരു ഏജൻസിയേ ഇല്ലെന്നല്ലേ സോളമൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഗിരിയും ഞാനും തമ്മിൽ ഫോണിലൂടെ വിളിയും പറച്ചിലും ഉണ്ടെന്ന് ഇവിടെയുള്ളവരുടെ വിശ്വാസം. ആ വിശ്വാസം പൊളിയുന്നതോടെ ഞാൻ ഇവിടുന്ന് പുറത്താവും. സുമം എന്റെ കൂടെ ഉള്ളത് ആകെ ഒരു ആശ്വാസം. ഇങ്ങനെ എത്ര കാലം ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂന്ന് എനിക്കറിയില്ല അങ്കിളെ. മോള് സമാധാനമായിട്ടിരിക്കും. ഈശ്വരൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഗിരി വിളിച്ചോന്നും അവൻ എന്തു പറയുന്നെന്നും ഇനി വിളിക്കുമ്പോ എന്റെ കയ്യിൽ ഫോൺ തരണോന്നൊക്കെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോഴൊക്കെ എന്തെങ്കിലും പറഞ്ഞ് സുമം രക്ഷപ്പെടുത്തും. ഈ ഒളിച്ചുകളി എത്ര നാൾ തുടരും? അധികം വൈകാതെ തന്നെ മോക്ക് ഗിരിയുടെ വിളി വരും. അങ്ങനെ വിശ്വസിക്കേ. ഇനി പെട്ടെന്ന് ഇവിടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് മോക്ക് ശല്യമൊന്നും ഉണ്ടാവില്ല. 5 ലക്ഷം രൂപയല്ലേ കൈ കിട്ടിയിരിക്കുന്നത്. അതത്ര ചെറിയ തുകയൊന്നും അല്ല. അങ്കിള് കരുതുന്ന പോലെ അല്ല ഗിരിയുടെ അമ്മയുടെ സ്വഭാവം. അവർക്ക് ഗിരിയെന്ന് വെച്ച ജീവന. പണം കൊണ്ട് ആ സ്നേഹത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. മകനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി മാത്രം അവരെന്നെ സഹിക്കുന്ന. ആ വിശ്വാസം നഷ്ടപ്പെട്ട
പിന്നെ അവരെന്ത് ചെയ്യുന്നു പറയാൻ പറ്റില്ല. എല്ലാം ശരിയാവും. ഒരു ജന്മം അനുഭവിച്ചു തീർക്കാനുള്ള സങ്കടങ്ങൾ ഇതിനകം തന്നെ മോൾ അനുഭവിച്ചു കഴിഞ്ഞില്ലേ? ഈശ്വരനത് കാണാതിരിക്കുവോ? ഗിരിയെക്കുറിച്ച് നല്ലൊരു വാർത്ത ഉടനെ മോക്ക് കേൾക്കാനിട വരും. സമാധാനമായിരിക്കും. ഇനി ഞാൻ നിൽക്കുന്നില്ല, പോട്ടെ. തൊണ്ണൂറ്റെട്ട്, 99, 100. 5 ലക്ഷം തികച്ചുണ്ട്. എണ്ണി നോക്കാൻ ഞാനോ ഇവിടെ പറഞ്ഞോ? സ്വന്തം ഇഷ്ടത്തിന് എണ്ണി തിട്ടപ്പെടുത്തിയതല്ലേ? 5 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞാ പോരല്ലോ, അത് ബോധ്യപ്പെടണ്ടേ? കളിപ്പേര് പറ്റില്ലല്ലോ. ഇതിന്ന് കുറച്ച് നോട്ടുകൾ എടുത്തു മാറ്റി നമ്മളെ കബളിപ്പിക്കേണ്ട കാര്യം വാര്യർ സാറിനുണ്ടോ? എങ്കിൽ പിന്നെ ഇത്രയും പണം കിട്ടിയ കാര്യം പുറത്ത് പറയാതിരുന്നാ പോരായിരുന്നോ? കൈ കിട്ടിയത് 5 ലക്ഷം ആണോ 10 ലക്ഷം രൂപയാണോന്ന് ആർക്കറിയാം? മനസ്സിലിരിപ്പ് ഇങ്ങനെ ആയതുകൊണ്ടാ ഗതി പിടിക്കാത്തത്. കേട്ടോ അമ്മ ഇവള് പറഞ്ഞത്? അവള് പറഞ്ഞാൽ എന്താ തെറ്റ്? ചുമ്മാതല്ലടി, കെട്ടുപ്രായം കഴിഞ്ഞിട്ട് നിനക്കൊരു ആലോചന പോലും വരാത്തത്. ഞാനതങ്ങ് സഹിച്ചു. ആലോചന വന്നാൽ കെട്ടി ഇറക്കി വിടാൻ അട്ടിയടിക്ക് വെച്ചിട്ടുണ്ടല്ലോ നിന്റെ കയ്യില്. അങ്ങനെ വല്ലതുണ്ടായിരുന്നെങ്കിൽ ജീവനും കൊണ്ട് ഞാനീ നരകത്തിൽ നിന്നേ രക്ഷപ്പെട്ടനെ. ഇതിപ്പോ നിനക്ക് നരകമാണെന്ന് എനിക്കറിയാം. ഇവളുടെ നിന്ന വർത്തമാനം കേട്ട് അങ്ങനെ പറഞ്ഞു പോവും. എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചിട്ടല്ലേ? പറയാൻ അവസരം നീയല്ലേ ഒരുക്കി തന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും? അല്ലെങ്കിൽ അമ്മ അവളുടെ സൈഡാ, അതെനിക്കറിയാം. ഒരു തരത്തിലെ സമാധാനം തരില്ലെന്ന് പറഞ്ഞ എന്ത് ചെയ്യും? തെറ്റിട്ടപ്പോ പെടലിക്ക് പിടിച്ച് ഞെക്കി കൊന്നിരുന്നെങ്കിൽ ഇത്രയും സ്വസ്ഥതക്കേട് ഉണ്ടാവില്ലായിരുന്നു. ഇനിയിപ്പോ അത് പറ്റത്തില്ലല്ലോ അമ്മേ. അമ്മേ, ഇതിപ്പോ എന്ത് ചെയ്യാൻ അമ്മയുടെ പ്ലാൻ? ആറ്റുനോറ്റ് വളർത്തിയ തന്തയും തള്ളയും തള്ളിക്കളഞ്ഞിട്ട് കണ്ടവന്റെ പുറകെ കയറും പൊട്ടിച്ചു പോകാൻ നിൽക്കുന്ന ഇവളെ പോലുള്ള പെൺപിള്ളേരെ ഇവിടെ അനുഭവം കണ്ടു പഠിക്കണം. എല്ലാ ചോദ്യങ്ങളും ഉയരുന്നത് ഇവളുടെ ആത്മാഭിമാനത്തിന് നേരെയാണ്. ജന്മം കൊടുത്ത തന്തയും തള്ളയും കുരുതി കൊടുത്തവളാ ഇവള്. ഈശ്വരൻ പോലും ഇവളോട് പൊറുക്കില്ല. എല്ലാ ചൂണ്ടുവിരലുകളും ഉന്നമിടുന്നത് ഇവളുടെ നിലനിൽപ്പിനെയാണോ? അത്രയ്ക്ക് അപരാധിനിയാണോ ഈ കുട്ടി? എന്നെങ്കിലും ഇവളുടെ ദിവസം വരാതിരിക്കില്ല. അതെ, ഗംഗ ഒരു നാൾ വരും. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുറുങ്ങുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുറുങ്ങുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ.